ഓക്കെ, അപ്പോൾ അതാണ് നമ്മൾ ഹൈ പാസ് ഫിൽറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഇനി ഫ്രീക്വൻസി റെസ്പോൺസ് ഓഫ് എ ഹൈ പാസ് ഫിൽറ്റർ ആണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, നോക്കാൻ പോകുന്നത്. സോ വി നോ ദാറ്റ് നമുക്ക് എന്തറിയാം, ഹൈ പാസ് ഫിൽറ്ററിന്റെ ഹൈ പാസ് ഫിൽറ്ററിന്റെ ഫിഗർ അറിയാം. ദാറ്റ് ഈസ് എന്തായിരിക്കും, ഹാവിങ് എ കപ്പാസിറ്റർ, ദെൻ എന്തുണ്ടായിരിക്കും, ഒരു റെസിസ്റ്റർ, ദെൻ ഹിയർ എന്തായിരിക്കും വി ഔട്ട്. So here the C and this will be our R and the voltage VI, okay, and the current will be I, okay. ഇങ്ങനെ ആയിരിക്കും വരുന്നത്. സോ എനിക്ക് എന്താ ഇനി ഫ്രീക്വൻസി റെസ്പോൺസ് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് ഹൈ പാസ് ഫിൽറ്ററിന്റെ ഫ്രീക്വൻസി റെസ്പോൺസ് കണ്ടുപിടിക്കാൻ പോവുകയാണ്. സോ ഇതാണ് എന്തെന്ന് പറയുന്നത്, എൻ്റെ സർക്യൂട്ട് ഡയഗ്രാം എന്ന് പറയുന്നത്. സോ ഹൈ പാസ് സർക്യൂട്ടിന്റെ ഹൈ പാസ് ഫിൽറ്ററിന്റെ RC ഹൈ പാസ് ഫിൽറ്ററിന്റെ ഡയഗ്രാം ആണിത്. ഓക്കെ, സോ ഹിയർ നമുക്കറിയാം ഇവിടെ എന്തായിരിക്കും ചെയ്യുന്നത്, ഈ ഡയഗ്രത്തിന്റെ ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ്. ദാറ്റ് ഈസ് ഹിയർ വി എന്ന് പറയുന്നത് എന്തായിരിക്കും, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദിസ് ഡയഗ്രാം എടുക്കുകയാണ്. സോ ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് വി ഐ എന്ന് പറയുമ്പോൾ വി ഐ ഓഫ് എസ്. ഓക്കെ, വി ഐ ഓഫ് ടി ആകുമ്പോൾ വി ഐ ഓഫ് എസ്. സിൻ്റെത് എന്തായിരിക്കും ലാപ്ലേസ് ട്രാൻസ്ഫോം 1/SC. ആറിൻ്റെത് ആറ് തന്നെയാണ്. വി ഔട്ടിൻ്റെത് V0 എന്ന് പറയുന്ന V0 എഫ് ആൻഡ് ഐ എന്ന് പറയുന്നത് എന്തായിരിക്കും I ഓഫ് എസ്. ഓക്കെ, സോ ബൈ അപ്ലൈയിങ് KVL, ഇനി ഞാൻ എന്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു, KVL അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. സോ KVL അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നോക്കിക്കേ, KVL അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. സോ KVL അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഹിയർ വി ഐ ഓഫ് എസ് ഇൻറ്റു വി ഐ ഓഫ് എസ് എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആയിരിക്കും, ദാറ്റ് ഈസ് വി ഐ ഓഫ് എസ്. വി ഐ ഓഫ് എസ് ഇസ് ഈക്വൽ ടു എന്തിന് ഈക്വൽ ആണ്, 1/SC ഇൻറ്റു എന്തായിരിക്കും I ഓഫ് എസ് പ്ലസ് എന്തായിരിക്കും വരുന്നത് R ഇൻറ്റു I ഓഫ് എസ്. ഓക്കെ, സോ ഇറ്റ് ക്യാൻ ബി റിട്ടേൺ ആസ് എന്തായിരിക്കും R പ്ലസ് 1/SC ഇൻറ്റു എന്തായിരിക്കും വരുന്നത് I ഓഫ് എസ്. സോ ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ വി ഐ ഓഫ് എസ്. ഇനി ഔട്ട്പുട്ട് V0 ഓഫ് എസ് എന്ന് പറയുന്നത് എന്താണ്, ഔട്ട്പുട്ട് V0 ഓഫ് എസ് ഇസ് ഈക്വൽ ടു കറണ്ട് ത്രൂ, ദാറ്റ് ഈസ് വോൾട്ടേജ് അക്രോസ് ദിസ് റെസിസ്റ്റർ. കറണ്ട് എന്ന് പറയുന്ന I ഓഫ് എസ് ആണ്. സോ I ഓഫ് എസ് ഇൻറ്റു R, ദാറ്റ് ഈസ് ദ വോൾട്ടേജ് അക്രോസ് റെസിസ്റ്റർ. ഇറ്റ് വിൽ ബി അവർ V0 ഓഫ് എസ്. അപ്പം V0 ഓഫ് എസ് എന്ന് പറയുന്നത് എന്തായിരിക്കും, ഇസ് ഈക്വൽ ടു എന്തായിരിക്കും I ഓഫ് എസ് ഇൻറ്റു എന്തായിരിക്കും വരുന്നത് R. I ഓഫ് എസ് ഇൻറ്റു എന്തായിരിക്കും വരിക, R എന്നായിരിക്കും വരിക. സോ ദിസ് വിൽ ബി അവർ വി ഐ ഓഫ് എസും V0 ഓഫ് എക്സും കിട്ടി. ഇനി ട്രാൻസ്ഫർ ഫംഗ്ഷൻ V0, ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും, V0 ഡിവൈഡ് ബൈ വി ഐ ആണ്. ട്രാൻസ്ഫർ ഫംഗ്ഷൻ ഓഫ് എ സർക്യൂട്ട് ഈസ് എന്തായിരിക്കും പറയുന്നത്, V0 ഓഫ് എസ് ഡിവൈഡഡ് ബൈ എന്തായിരിക്കും വി ഐ ഓഫ് എസ് ആണ്. ദാറ്റ് ഈസ് we have V0 of x s എന്താണ്, R ഇൻറ്റു I ഓഫ് എസ് ആണ്. സോ R ഇൻറ്റു എന്തായിരിക്കും വരുന്നത് I ഓഫ് എസ് ഡിവൈഡഡ് ബൈ വി ഐ ഓഫ് എസ് എന്ന് പറയുന്നത് എന്തായിരിക്കും R പ്ലസ് 1/SC ഇൻറ്റു എന്തായിരിക്കും I ഓഫ് എസ്. സോ R പ്ലസ് 1/SC ഇൻറ്റു എന്തായിരിക്കും വരുന്നത് I ഓഫ് എസ് ആണ്. സോ I ഓഫ് എസ് ക്യാൻസൽ ആയി പോകുന്നു. സോ നമ്മുടെ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറുന്നു, ദാറ്റ് ഈസ് എന്തായിരിക്കും R ഡിവൈഡഡ് ബൈ R പ്ലസ് 1/SC. ഓക്കെ, R ഡിവൈഡഡ് ബൈ എന്തായിരിക്കും എന്നത് R പ്ലസ് 1/SC. സോ ദിസ് വിൽ ബി V0 ഓഫ് എസ് ബൈ വി ഐ ഓഫ് എസ് എന്നായിരിക്കും കിട്ടി. അപ്പോൾ ഇത് V0 ഓഫ് എസ് ബൈ വി ഐ ഓഫ് എസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും R ഡിവൈഡ് ബൈ R പ്ലസ് 1/SC. ഇനി എസിനെ, എസ് എന്ന് പറയുന്ന ഒരു ഫ്രീക്വൻസി പാരാമീറ്റർ ആണ്. സോ ഇറ്റ് ക്യാൻ ബി റെപ്രസെൻറ്റഡ് ആസ് എങ്ങനെ എഴുതാൻ പറ്റും, J⍵. സോ V0 ബൈ വി ഐ, അപ്പോൾ V0 ബൈ വി ഐ എങ്ങനെ ചേഞ്ച് ആയി, V0 ബൈ വി ഐ എന്ന് പറയുന്നത് എന്തായിരിക്കും, ദാറ്റ് ഈസ് ദിസ് R ഈസ് ഒരു ദിസ് എസ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഫ്രീക്വൻസി പാരാമീറ്റർ ആണ്. സോ ഇറ്റ് ക്യാൻ ബി റിട്ടേൺ ആസ് എസ് ഇസ് ഈക്വൽ ടു എന്താണ് J⍵. സോ ഹിയർ എങ്ങനെ മാറും, R ഡിവൈഡഡ് ബൈ R പ്ലസ് 1/J⍵. ഓക്കെ, R ഡിവൈഡഡ് ബൈ R പ്ലസ് 1/Sന് പകരം J⍵, ദെൻ C. സോ R ഡിവൈഡ് ബൈ R പ്ലസ് 1/J⍵C. ഓക്കെ, നോക്കിക്കേ, ഇവിടെ വി ഔട്ട് ബൈ വി ഐ എന്ന് പറയുന്നത് എന്താണ്, R ഡിവൈഡഡ് ബൈ R പ്ലസ് 1/J⍵C. വേറൊന്നുമല്ല, നമ്മുടെ ഇതാണ് ഹൈ പാസ് RC സർക്യൂട്ട്. അവിടെ നമ്മൾ എന്ത് ചെയ്തു, ലാപ്ലേസ് ട്രാൻസ്ഫോം ഓഫ് ദിസ് സർക്യൂട്ട് ആണ് കൺസിഡർ ചെയ്യുന്നത്. സോ KVL ആദ്യം ഇൻപുട്ട് ലൂപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു, നമുക്ക് ഇക്വേഷൻ കിട്ടി. ഔട്ട്പുട്ട് ലൂപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുത്തു, കിട്ടി. ട്രാൻസ്ഫർ ഫംഗ്ഷൻ നമുക്കറിയാം എന്താണ്, ട്രാൻസ്ഫർ ഫംഗ്ഷൻ എന്ന് പറയുന്നത് V0 ഓഫ് എസ് ഡിവൈഡഡ് ബൈ എന്താണ് വി ഐ ഓഫ് എസ് ആണ്. സോ ജസ്റ്റ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, R ഡിവൈഡ് ബൈ R പ്ലസ് 1/SC കിട്ടി. ദെൻ എസ് എന്ന് പറയുന്നത് എന്തായിരിക്കും ഫ്രീക്വൻസി പാരാമീറ്റർ ആണ്. സോ ഇറ്റ് ക്യാൻ ബി റിട്ടേൺ ആസ് J⍵. സോ സോ V0 ബൈ വി ഐ എന്ന് പറയുന്നത് എന്തായിട്ട് മാറി, R ഡിവൈഡ് ബൈ R പ്ലസ് 1/J⍵C. സോ ഇതാണ് നമുക്ക് എന്ത് കിട്ടിയത്, ഇക്വേഷൻ കിട്ടി. ഓക്കെ, ദാറ്റ് ഈസ് V0 ബൈ വി ഐ എന്ന് പറയുന്നത് നമുക്ക് എന്ത് കിട്ടി, R ഡിവൈഡ് ബൈ R പ്ലസ് 1/J⍵C എന്ന് കിട്ടി. ഓക്കെ, ദെൻ ഓക്കെ
then അപ്പോൾ നമുക്ക് എന്തായിരിക്കും കിട്ടിയത് V0 by Vi is equal to എന്താണ് we have the equation R divided by R plus 1 by j omega c. Okay, R divided by R plus 1 by j omega c. ഓക്കെ, ഇതാണ് നമ്മുടെ ഇക്വേഷൻ എന്ന് പറയുന്നത്. സോ ഇവിടെ ഞാൻ ന്യൂമറേറ്ററിൽ നിന്നും ഡിനോമിനേറ്ററിൽ നിന്നും എന്ത് കോമൺ ആയിട്ട് എടുക്കുന്നു? R കോമൺ ആയിട്ട് എടുക്കുകയാണ്. സോ R കോമൺ ആയിട്ട് എടുക്കുമ്പോൾ ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ഉള്ള R എന്തായി പോയി? ക്യാൻസൽ ആയി പോയി. സോ ഹിയർ 1 ഡിവൈഡഡ് ബൈ 1 പ്ലസ് എന്തായിരിക്കും വരുന്നത്? 1 ബൈ j omega RC, that is R കോമൺ എടുത്തില്ലേ? സോ ഡിനോമിനേറ്ററിൽ എന്ത് വരും? R വരും. സോ 1 ഡിവൈഡ് ബൈ 1 പ്ലസ് j omega RC. ഓക്കെ, then we know that here 1 by j എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ ആണ്? മൈനസ് ജെ. നമുക്കറിയാം 1 by j എന്താണ്? മൈനസ് ജെ ആണ്. സോ ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ആയി? ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ 1 by j മൈനസ് ജെ ആയി. സോ ഈ പ്ലസ് മൈനസ് ആയി മൈനസ് ജെ ഇൻറ്റു എന്തായിരിക്കും വരുന്നത്? ഇൻറ്റു 1 by ഒമേഗ ആർ സി. ഓക്കെ, ഇനി ദിസ് ഈസ് അവർ ഒമേഗ. ഒമേഗ ഇൻ ടേംസ് ഓഫ് ഫ്രീക്വൻസി എങ്ങനെ എഴുതാൻ പറ്റും? ദാറ്റ് ഈസ് ഒമേഗ എന്ന് പറയുന്നത് എന്താണ്? ഒമേഗ ഈസ് ഈക്വൽ ടു 2πf. ഒമേഗ ഇൻ ടേംസ് ഓഫ് ഫ്രീക്വൻസി ഒമേഗ എന്ന് പറയുന്നത് 2πf ആണ്. സോ സബ്സ്റ്റിറ്റ്യൂട്ടിങ് ദിസ് ഒമേഗ ഇൻ നമ്മുടെ ഇക്വേഷൻ വി ഔട്ട് ബൈ വി ഇനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുകയാണ്. സോ വി ഔട്ട് ബൈ വി ഇൻ എന്ന് പറയുന്നത് എന്തായിരിക്കും വരുന്നത്? 1 ഡിവൈഡഡ് ബൈ എന്താണ്? 1 മൈനസ് ജെ ഇൻറ്റു 1 ബൈ 2πf RC. ഓക്കെ, അപ്പോൾ നമുക്ക് 1 ഡിവൈഡഡ് ബൈ ദാറ്റ് ഈസ് ഇതാണ് നമ്മുടെ വി ഔട്ട് ബൈ വി ഇൻ ആണ്. ഓക്കെ, വി ഔട്ട് ഡിവൈഡഡ് ബൈ വി ഇൻ. സോ വി ഔട്ട് ബൈ വി ഇൻ ഗെയിൻ ആണ്. സോ വി ഔട്ട് ബൈ വി ഇൻ ഈസ് ഇക്വൽ ടു 1 ഡിവൈഡ് ബൈ 1 മൈനസ് ജെ ഡിവൈഡഡ് ബൈ 2πf RC. ഓക്കെ, 1 ഡിവൈഡ് ബൈ 1 മൈനസ് ജെ ബൈ 2πf RC അതാണ് നമുക്ക് കിട്ടിയത്. ഓക്കെ, ഇതെങ്ങനെ വന്നു എന്ന് മനസ്സിലായല്ലോ. ദെൻ ഇനി നോക്കിക്കേ, നമുക്കറിയാം ദിസ് ലോവർ 3 dB ഫ്രീക്വൻസി, അതായത് ഫോർ ആൻ ആർ സി സർക്യൂട്ട് ഒരു ആർ സി സർക്യൂട്ടിൻ്റെ ലോവർ 3 dB ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്? ലോവർ 3 dB ഫ്രീക്വൻസി. അപ്പം ഒരു ആർ സി സർക്യൂട്ടിൻ്റെ ലോവർ 3 dB ഫ്രീക്വൻസി എന്ന് പറയുന്നത് എന്താണ്? F1 നമുക്കറിയാവുന്നതാണ്. F1 എന്ന് പറയുന്നത് 1 by 2πRC ആണ്. ഓക്കെ, അപ്പം ഒരു ആർ സി സർക്യൂട്ടിൻ്റെ ലോവർ 3 dB ഫ്രീക്വൻസി F1 ആണ്. F1 എന്ന് പറയുന്നത് 1 by 2πRC ആണ്. സോ ഹിയർ ദിസ് ഇക്വേഷൻ, ഈ ഇക്വേഷൻ നോക്കിക്കേ, ദാറ്റ് ഈസ് നമ്മുടെ വി ഔട്ട് ബൈ വി ഇൻ. ഓക്കെ, നമ്മുടെ വി ഔട്ട് ബൈ വി ഇൻ എന്ന് പറയുന്നത് എന്താണ്? 1 ഡിവൈഡ് ബൈ 1 മൈനസ് ജെ ഡിവൈഡഡ് ബൈ 2πf RC. ഓക്കെ, ഇവിടെ നോക്ക് 1 by 2πRC എന്ന് പറയുന്നത് എന്താണ്? F1 ആണ്. സോ ഹിയർ 1 by 2πRCക്ക് എന്ത് കൊടുക്കാൻ പറ്റും? F1 എന്ന് കൊടുക്കാൻ പറ്റും. സോ എൻ്റെ ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ആകും? ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് ജെ അതുപോലെ തന്നെയുണ്ട്. 1 by 2πRCക്ക് പകരം F1 കൊടുക്കുന്നു. സോ ജെ ഇൻറ്റു F1 ഡിവൈഡ് ബൈ ബാലൻസ് ഇവിടെ എന്തുണ്ട്? F. ഓക്കെ, ദാറ്റ് ഈസ് 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് ജെ F1 ബൈ F. സോ ഇതായിരിക്കും നമ്മുടെ ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് ജെ ഇൻറ്റു F1 ബൈ F, വേർ F1 എന്ന് പറയുന്നത് lower 3 dB frequency of an RC circuit. F means input frequency. Okay, then where ഇവിടെ F1 എന്ന് പറയുന്നത് എന്താണ്? 1 by 2πRC, that is lower 3 dB frequency of an RC circuit. Then we have to find the magnitude of V out by V in, that is gain in the magnitude of V out by V in എന്ന് പറയുന്നത് എന്തിനേക്കാളാണ്? is equal to 1 divided by root of ഇവിടെ 1 square plus എന്തായിരിക്കും? കോംപ്ലക്സ് ടേമിൻ്റെ കോഎഫിഷ്യൻ്റ് ആയിട്ട് വരുന്ന F1 by F. സോ 1 square plus F1 by F the whole square. ഓക്കെ, സോ മാഗ്നിറ്റ്യൂഡ് ഓഫ് വി ഔട്ട് ബൈ വി ഇൻ വിച്ച് ഈസ് ഈക്വൽ ടു 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 square plus F1 by F the whole square. So this will be the magnitude of the gain. Okay, സോ അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? മാഗ്നിറ്റ്യൂഡ് വി ഔട്ട് ബൈ വി ഇൻ കിട്ടി. ആൻഡ് ഓൾസോ വി ഔട്ട് ബൈ വി ഇൻ ഈസ് ഈക്വൽ ടു നമുക്ക് ഇങ്ങനെ ആയിരിക്കും കിട്ടിയത്. സോ ഇനി എന്താ ചെയ്യുന്നത്? വി ഔട്ട് ബൈ വി ഇൻ. സോ വി നോ ദാറ്റ് വി ഔട്ട് ബൈ വി ഇൻ എന്ന് പറയുന്നത് എന്തായിരിക്കും കിട്ടിയത്? വി ഔട്ട് ബൈ വി ഇൻ എന്ന് പറയുന്നത് എന്താണ് കിട്ടിയത്? 1 by 1 മൈനസ് ജെ F1 by F എന്നാണ് വന്നത്. സോ ഹിയർ ഫസ്റ്റ് ഞാൻ എന്താ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്? F is equal to 0. സോ വി ഐ എന്ന് പറയുന്നത് വി നോ ദ ഇക്വേഷൻ 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് ജെ F1 by എന്താണ്? F. സോ ഹിയർ ഫസ്റ്റ് ഞാൻ എന്താ പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുന്നത്? അറ്റ്
എഫ് ഈസ് ഈക്വൽ ടു 0. എഫ് എന്താകുമ്പോൾ 0 ആകുമ്പോൾ, അപ്പോൾ എഫ് 0 ആകുമ്പോൾ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ ചേഞ്ച് ആവും? സോ ഹിയർ നോക്ക്, 1 divided by 1 minus j f1 by f, that is f1 by 0. 1 by 0 infinity, so 1 by 0 infinity, that is 1 divided by 1 minus infinity is equal to എന്തായിരിക്കും വരിക? 1 by infinity, 1 by infinity അല്ല വരിക, that is 1 minus infinity, infinity, so 1 by infinity will infinity, so 1 by infinity is 0, so എന്തായിരിക്കും വരുന്നത്? 0 ആയിരിക്കും വരുന്നത്. സോ ഫസ്റ്റ് കണ്ടീഷൻ എന്താണ്? എഫിന് എന്ത് കൊടുക്കുകയാണ്? 0 കൊടുക്കുകയാണ്. സോ ഫസ്റ്റ് ഐ പുട്ട് എഫ് ഈസ് ഈക്വൽ ടു 0. സോ ഹിയർ നോക്കുകയാണ്, 1 ഡിവൈഡഡ് ബൈ എന്തായിരിക്കും? 1 മൈനസ് ജെ f1 ഡിവൈഡ് ബൈ എഫിന് 0 കൊടുക്കുന്നു. സോ 1 by 0, 1 by 0 എന്താണ്? ഇൻഫിനിറ്റി. സോ എന്തായിരിക്കും? 1 ഡിവൈഡഡ് ബൈ 1 മൈനസ് ജെ ഇൻഫിനിറ്റി. സോ 1 മൈനസ് ഇൻഫിനിറ്റി എന്ന് പറയുന്നത് എന്താണ്? ദാറ്റ് ഈസ് 1 ഡിവൈഡ് ബൈ ഒരു ഇൻഫിനിറ്റി ടേം ആണ്. സോ ഇറ്റ് വിൽ ബി 1 by ഇൻഫിനിറ്റി. 1 by ഇൻഫിനിറ്റി എന്തായിരിക്കും? 0 ആയിരിക്കും. സോ എന്തായിരിക്കും നമുക്ക് കിട്ടിയ? ഫോർ എഫ് ഈസ് ഈക്വൽ ടു 0 വി ഗെറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് വി ഔട്ട് ബൈ വി എന്ന് പറയുന്നത് എന്തായിരിക്കും കിട്ടുന്നത്? 0. ഓക്കെ, വി ഔട്ട് ബൈ വി എന്ന് പറയുന്നത് എന്തായിരിക്കും കിട്ടുന്നത്? 0 ആണ് കിട്ടുന്നത്. ദെൻ magnitude of v out by v ആണ്. So to provide this equation here, f0, f1 by 0, 1 by 0 infinity, so 1 plus infinity, infinity, 1 divided by infinity 0. Okay, then f is equal to f1. f ന് f1 ആണ്. ഇനി അടുത്ത കൊടുക്കുന്ന f ന് എന്ത് കൊടുക്കുന്നു? f1 കൊടുക്കുകയാണ്. സോ എന്തായിരിക്കും? 1 divided by root of 1 plus f is equal to f1, f1 by f1, f1 by f1 will be 1. So 1 divided by root of 1 plus 1 which is equal to എന്തായിരിക്കും? 1 by root 2. Okay, so when f is equal to f1 പ്രൊവൈഡ് ചെയ്യുകയാണെങ്കിൽ magnitude of v out by v എന്ന് പറയുന്നത് 1 by root 2 ആയിരിക്കും വരുന്നത്. then at f is equal to infinity, f എന്ത് കൊടുക്കുന്നു? ഇൻഫിനിറ്റി ആ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ magnitude of v out by v എങ്ങനെ ചേഞ്ച് ആവും? ഓക്കെ, മാഗ്നിറ്റ്യൂഡ് ഓഫ് വി ഔട്ട് ബൈ വി എങ്ങനെയായിരിക്കും ചേഞ്ച് ആവുന്നത്? വിച്ച് ഈസ് ഈക്വൽ ടു അറ്റ് എന്തായിരിക്കും കൊടുക്കുന്നത്? എഫ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. സോ 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് എന്തായിരിക്കും? 1 സ്ക്വയർ പ്ലസ് f1 ബൈ ഇൻഫിനിറ്റി. 1 ബൈ ഇൻഫിനിറ്റി 0. സോ എന്തായിരിക്കും വരിക? 1 ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് 1 സ്ക്വയർ പ്ലസ് 0. 1 by 1 എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 by root 1, that is 1 by 1 which is equal to എന്തായിരിക്കും? 1. Okay, when f is equal to infinity we get the magnitude of gain as 1. Okay, അപ്പോൾ നമുക്ക് ഇങ്ങനെയാണ് കിട്ടിയത്. എഫ് 0 ആകുമ്പോൾ 0, എഫ് 1 ആകുമ്പോൾ എഫ് ഈസ് ഈക്വൽ ടു f1 ആകുമ്പോൾ 1 by root 2, എഫ് ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി ആകുമ്പോൾ എത്ര എന്ത് കിട്ടി? 1 എന്നാണ് കിട്ടിയ. സോ ഇനി നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഗെയിൻ്റെ ഗ്രാഫ് വരയ്ക്കാണ്. വിത്ത് റെസ്പെക്ട് ടു എന്തായിരിക്കും? ഫ്രീക്വൻസിയിൽ വരയ്ക്കുന്നു. സോ നമുക്ക് ഇങ്ങനെ ആയിരിക്കും കിട്ടുക. ദാറ്റ് ഈസ് എന്തായിരിക്കും? മാഗ്നിറ്റ്യൂഡ് വൈ ആക്സിസിൽ എന്തായിരിക്കും? ഗെയിൻ മാഗ്നിറ്റ്യൂഡ്, ദാറ്റ് ഈസ് മാഗ്നിറ്റ്യൂഡ് ഓഫ് വി ഔട്ട് ബൈ വി ഇൻ. ദെൻ എക്സ് ആക്സിസിൽ എന്താണ് കൊടുത്തേക്കുന്നത്? ഫ്രീക്വൻസിയുമാണ് പ്രൊവൈഡ് ചെയ്തേക്കുന്നത്. സോ ഹിയർ ഫസ്റ്റ് എന്തായിരിക്കും? വെൻ എഫ് ഈസ് ഈക്വൽ ടു f1, f1 ആകുമ്പോൾ എന്തായിരിക്കും? ഫസ്റ്റ് കണ്ടീഷൻ നമ്മൾ കൊടുത്തത് എഫ് ഈസ് ഈക്വൽ ടു എന്തായിരുന്നു? 0. എഫ് 0 ആകുമ്പോൾ നമുക്ക് എന്തായിരിക്കും? വി ഔട്ട് ബൈ വി എന്ന് പറയുന്നത് മാഗ്നിറ്റ്യൂഡ് ഓഫ് വി ഔട്ട് ബൈ വി ഇൻ 0 ആണ്. ഓക്കെ, സോ എഫ് 0, ദാറ്റ് ഈസ് ഹിയർ വി ഔട്ട് ബൈ വി ഇൻ 0. സോ വി ഔട്ട് ബൈ വി ഇൻ 0. ദെൻ എഫ് എന്ത് കൊടുത്തു? നമ്മൾ f1 കൊടുത്തു. അപ്പോൾ നമുക്ക് കിട്ടിയത് 1 by root 2. 1 by root 2 എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു സംതിങ് 0.707 ഒക്കെ ആയിരിക്കും ഡെസിമൽ വരുന്നത്. സോ 1 by root 2. അപ്പോൾ f1 ആകുമ്പോൾ എന്തായിരിക്കും നമുക്ക് കിട്ടുക? 1 by root 2 ആയിരിക്കും കിട്ടുക. സോ ദിസ് വിൽ ബി അവർ പോയിന്റ്. അപ്പോൾ ഫസ്റ്റ് എഫ് എന്ത് കൊടുത്തു? 0 കൊടുത്തു. സോ നമുക്ക് ഇത് കിട്ടി. ദെൻ എഫ് ഈസ് ഈക്വൽ ടു f1 കൊടുത്തു. അപ്പോൾ ഇത് കിട്ടി. ദെൻ ഇനി ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന എന്താണ്? എഫിന് ഇൻഫിനിറ്റി കൊടുക്കുന്നു. അപ്പോൾ എഫ് ഇൻഫിനിറ്റി ആകുമ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? വാല്യൂ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഗെയിൻ എന്ത് കിട്ടി? 1 ആണ് കിട്ടിയത്. സോ ഇറ്റ് വിൽ ബിക്കം 1. അപ്പോൾ ഇൻഫിനിറ്റിയിലേക്ക് ഫ്രീക്വൻസി വരുമ്പോൾ അതെന്തായി? 1 ആയി. സോ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ പോയിന്റ്സിനെ എന്ത് ചെയ്യാണ്? ജോയിൻ ചെയ്യാണ്. സോ നമുക്ക് എന്ത് കിട്ടും? ഇങ്ങനെയായിരിക്കും വരിക. ഓക്കെ, ദാറ്റ് ഈസ് ഫ്രീക്വൻസി ഇൻഫിനിറ്റിയിലേക്ക് പോകുമ്പോൾ നമ്മുടെ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഗെയിൻ എന്ന് പറയുന്നത് എന്തായിരിക്കും? 1 ആണ്. ആൻഡ് അറ്റ് എഫ് ഈസ് ഈക്വൽ ടു f1 ആകുമ്പോൾ 1 by root 2 ആണ്. എഫ് 0 കൊടുത്തപ്പോൾ എന്തായിരിക്കും വന്നത്? 0 ആണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ഗെയിൻ നമുക്ക് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ഫ്രീക്വൻസി റെസ്പോൺസ് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദ ഹൈ പാസ് സർക്യൂട്ട്. ഹൈ പാസ് ആർ സി സർക്യൂട്ടിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ക്യാരയാണ്. ഓക്കെ,
ഹൈ പാസ് ആർ സി സർക്യൂട്ടിൻ്റെ ഫ്രീക്വൻസി റെസ്പോൺസ് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കിട്ടിയത്. സോ ഇതാണ് നമുക്ക് കിട്ടിയത്. ഇനി 3dB ഫ്രീക്വൻസി ഗ്രാഫ് നമുക്ക് എങ്ങനെ വരയ്ക്കാൻ പറ്റും? ദാറ്റ് ഈസ് ഈ മാഗ്നിറ്റ്യൂഡ്, ഈ ഒരു ഫ്രീക്വൻസി റെസ്പോൺസിൻ്റെ 3dB റെസ്പോൺസ് വരയ്ക്കുന്നതാണ്. ഓക്കെ, 3dB റെസ്പോൺസ് വരയ്ക്കുന്നതാണ്. സിമിലർലി ഇതേപോലെ തന്നെ എന്തായിരിക്കും നമുക്ക് വൈ ആക്സിസിൽ എന്തായിരിക്കും നമ്മുടെ മാഗ്നിറ്റ്യൂഡ്, ദാറ്റ് ഈസ് വി ഔട്ട് ബൈ വി ഇൻ ആയിരിക്കും ഇൻ 3dB. ദാറ്റ് ഈസ് എന്തായിരിക്കും 20 log 10 വി ഔട്ട് ബൈ വി ഇൻ. ദാറ്റ് ഈസ് നമ്മൾ 3dB ഗ്രാഫാണ് വരയ്ക്കാൻ പോകുന്നത്. സോ 20 log വി ഔട്ട് ബൈ വി ഇൻ ആയിരിക്കും എന്തെന്ന് പറയുന്നത് നമ്മുടെ വൈ ആക്സിസ്, ദെൻ ഫ്രീക്വൻസി എഫ്. ഓക്കെ, ഹിയർ എഫ് ഈസ് ഈക്വൽ ടു എന്തായിരിക്കും കൊടുക്കുന്നത്? 0 ആണ് കൊടുക്കുന്നത്. സോ എന്തായിരിക്കും ഇനി ഈ സെയിം ഗ്രാഫ് തന്നെ ഇവിടെ നമ്മൾ എന്തായിരിക്കും 1ന്റെ 20 log എടുക്കുമ്പോൾ എന്തായിരിക്കും വരുന്നത്? 0 ആയിരിക്കും. സോ എന്തായിരിക്കും ദിസ് വിൽ ബി എന്തായിരിക്കും വരിക? സോ ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും? 0dB പോയിന്റ് ആയിരിക്കും. ദെൻ 1/√2 1/√2 എന്ന് പറയുമ്പോൾ 20 log ഓഫ് 1/√2 എടുക്കുമ്പോൾ നമുക്ക് അപ്രോക്സിമേറ്റ്ലി ഒരു -3dB ആയിരിക്കും വരിക. സോ 20 log ഓഫ് 1/√2 എന്ന് പറയുന്നത് എന്താണ്? -3dB ആണ്. ഓക്കെ, സോ നമ്മുടെ ഗ്രാഫ് ദിസ് വിൽ ബി ഫോർ F1 അല്ലേ? F1. സോ നമ്മുടെ ഗ്രാഫ് എങ്ങനെയായിരിക്കും ചേഞ്ച് ചെയ്യുന്നത്? സെയിം ഇങ്ങനെ തന്നെയായിരിക്കും പോകുന്നത്. ഓക്കെ, ദാറ്റ് ഈസ് 1 ആകുമ്പോൾ 20 log, അതായത് 3dBയിൽ എടുക്കുമ്പോൾ 1ന്റെ 20 log എടുക്കുമ്പോൾ എത്രയായിരിക്കും? 0dB ആണ് വരുന്നത്. സോ 0dB, ദെൻ 1/√2ന്റെ -3dB ആണ്. സോ ഇങ്ങനെയായിരിക്കും കിട്ടുന്നത്. സോ നമ്മുടെ എന്തായിരിക്കും ഗ്രാഫ് എന്ന് പറയുന്നത് ഇങ്ങനെയായിരിക്കും വരുന്നത്. ഇതെന്ന് പറയുന്നത് എന്തായിരിക്കും? 3dB ഗ്രാഫ് ഫോർ എന്തായിരിക്കും പറയുന്നത്? ഒരു ഹൈ പാസ് ആർ സി സർക്യൂട്ടിന്റെ 3dB ഫ്രീക്വൻസി റെസ്പോൺസ് ഗ്രാഫാണ് നമ്മളിത് വരച്ചേക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ഈസ് ഓക്കെ, നമ്മളിവിടെ പറഞ്ഞു സെറ്റ് എഫ് ഈസ് ഈക്വൽ ടു F1, ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഔട്ട്പുട്ട് 1/√2 ടൈംസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻപുട്ടിന്റെ 1/√2 ടൈംസ് ആണ് എന്തെന്ന് പറയുന്നത്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ഔട്ട്പുട്ട്. ദ ഫ്രീക്വൻസി ഈസ് ദെയർഫോർ കോൾഡ് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി. അതുകൊണ്ട് തന്നെ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്ന് പറയുന്നത് ഇൻ ലോഗ് സ്കെയിൽ ഇറ്റ് കറസ്പോണ്ട് ടു ലോഗ് സ്കെയിൽ ആണെന്നുണ്ടെങ്കിൽ -3dB നമ്മൾ നോക്കിയതാണ്. 20 log 1/√2 -3dB വരുന്നത്. സോ ആൻഡ് അക്കോർഡിംഗ്ലി F1 ഈസ് കോൾഡ് ലോവർ 3dB ഫ്രീക്വൻസി. F1 എന്തായിരിക്കും പറയുന്നത്? ലോവർ. ദാറ്റ് ഈസ് ഇവിടെ നമ്മൾ F1 പ്രൊവൈഡ് ചെയ്തു. അപ്പോൾ നമുക്ക് 1/√2 ആണ് കിട്ടിയത്. സോ ഔട്ട്പുട്ട് 1/√2 ടൈംസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഇൻപുട്ട് ആണ്. സോ ദ ഫ്രീക്വൻസി ഈസ് ദെയർഫോർ കാൾഡ്, ആ ഫ്രീക്വൻസിനെ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി എന്നാണ് പറയുന്നത്. ഹിയർ നമ്മൾ ലോഗ് സ്കെയിലിൽ എടുക്കുമ്പോൾ നമ്മൾ നോക്കിയപ്പോൾ എന്താണ്? -3dB അല്ലേ കിട്ടിയത്. സോ അക്കോർഡിംഗ്ലി F1 എന്ന് പറയുന്നത് ലോവർ 3dB ഫ്രീക്വൻസിയാണ്. സോ ലോവർ 3dB ഫ്രീക്വൻസി F1 എന്ന് പറയുന്നത് എന്താണ്? 1/2πRC. അപ്പോൾ ലോവർ 3dB ഫ്രീക്വൻസി F1 എന്ന് പറയുമ്പോൾ എന്തായിരിക്കും കിട്ടുന്നത്? 1/2πRC. ഓക്കെ, ഇനി ഹൈ പാസ് ആർ സി സർക്യൂട്ടിന് തന്നെ ഓരോ വേവ് ഫോം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ ഓരോ വേവ് ഫോം കൊടുക്കുമ്പോൾ ഓരോ ഇൻപുട്ട് വേവ് ഫോം കൊടുക്കുമ്പോൾ എന്താണ് നമുക്ക് കിട്ടുന്ന റെസ്പോൺസ് എന്നാണ് നമ്മൾ ഇനി അടുത്ത നോക്കുന്നത്. ഫസ്റ്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? റെസ്പോൺസ് ടു എ സ്റ്റെപ്പ് ഇൻപുട്ട്. അതായത് നമ്മളൊരു സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമുക്ക് റെസ്പോൺസ് കിട്ടുക? അതായത് ഒരു ഹൈ പാസ് ആർ സി സർക്യൂട്ടിൻ്റെ റെസ്പോൺസ് ഫോർ എ സ്റ്റെപ്പ് ഇൻപുട്ട് എന്ത് കൊടുക്കുമ്പോഴാണ്? സ്റ്റെപ്പ് ഇൻപുട്ട് കൊടുക്കുമ്പോഴുള്ള കേസാണ്. സോ വി നോ ദാറ്റ് നമ്മുടെ എന്തായിരിക്കും ഒരു ഹൈ പാസ് ആർ സി സർക്യൂട്ട് നമുക്കറിയാം. ദിസ് വിൽ ബി എന്തായിരിക്കും? നമ്മുടെ റെസിസ്റ്റർ R ആണ്. ആൻഡ് ദിസ് വിൽ ബി അവർ എന്തായിരിക്കും? കപ്പാസിറ്റർ ആണ്. സോ ഹിയർ വി ഔട്ട് ഉണ്ട് ആൻഡ് ദിസ് വിൽ ബി അവർ VI. ആൻഡ് എന്തായിരിക്കും പറയുന്നത്? ഇതെന്ന് പറയുന്നത് നമ്മുടെ I ആണ്. ഓക്കെ, I ആണ്. ഓക്കെ, ദെൻ ഇതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത്? ഹൈ പാസ് ആർ സി സർക്യൂട്ട് എന്ന് പറയുന്നത്. അപ്പം ഞാൻ ഇവിടെ എന്താ കൊടുക്കാൻ പോകുന്നത്? സ്റ്റെപ്പ് ഇൻപുട്ടാണ് കൊടുക്കുന്നത്. സോ സ്റ്റെപ്പ് ഇൻപുട്ട് എന്ന് പറയുമ്പോൾ നമുക്കറിയാം എന്താണ്? ദാറ്റ് ഈസ് ദിസ് വിൽ ബി അവർ സ്റ്റെപ്പ് ഇൻപുട്ട്. ഓക്കെ, സ്റ്റെപ്പ് ഇൻപുട്ട് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? പ്രൊവൈഡ് ചെയ്യുന്നത്. സോ സ്റ്റെപ്പ് ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഹാവിങ് എ ഇൻപുട്ട് വിത്ത് കോൺസ്റ്റന്റ് ആംപ്ലിറ്റ്യൂഡ്. അതായത് എന്തായിരിക്കും? കോൺസ്റ്റന്റ് ആംപ്ലിറ്റ്യൂഡ് ഉള്ള ഒരു ഇൻപുട്ട് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? പ്രൊവൈഡ് ചെയ്യുന്നത്. സോ ഹാവിങ് ആൻ ഇൻപുട്ട് വിത്ത് എ എന്തായിരിക്കും പറയുന്നത്? കോൺസ്റ്റന്റ്, ദാറ്റ് ഈസ് കോൺസ്റ്റന്റ് ഇൻപുട്ട് ഉള്ള, കോൺസ്റ്റന്റ് ആംപ്ലിറ്റ്യൂഡ് എ ഉള്ള ഒരു ഇൻപുട്ട് ആയിരിക്കും എന്ത് ചെയ്യുന്നത്? പാസ് ചെയ്യാൻ പോകുന്നത്. സോ ഹിയർ നമ്മൾ ആദ്യം നോക്കുകയാണ്. ദാറ്റ് ഈസ് ഇവിടെ നമുക്ക് എന്തുണ്ടായിരിക്കും? വി ഔട്ട് ഉണ്ട്, VI ഉണ്ട്, VC ഉണ്ട്, VR ഉണ്ട്. ഓക്കെ, that is we have and I consider that the capacitor ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഞാൻ എന്തായിട്ട് എടുക്കുന്നു? VC. ആൻഡ് റെസിസ്റ്ററിന് ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്തായിട്ട് എടുക്കുന്നു? ഇറ്റ് വിൽ ബി VR. സോ നമ്മുടെ ഹൈ പാസ് ആർ സി സർക്യൂട്ടാണിത്. കപ്പാസിറ്ററിന് ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഞാൻ VCയും റെസിസ്റ്ററിന് ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് VR എന്നുമാണ് എടുക്കുന്നത്. സോ വി ഔട്ട് നമ്മൾ എന്തായിരിക്കും? റെസിസ്റ്ററിന് ക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ആണ് എന്തെന്ന് പറയുന്നത്? നമ്മുടെ ഔട്ട്പുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത്.
സോ ഞാൻ ഇനി ഓരോ കണ്ടീഷൻസ് നോക്കുകയാണ്. ദാറ്റ് ഈസ് നമുക്ക് എന്തുണ്ട്, വി ഐ ഉണ്ട്, വി സി ഉണ്ട്, വി ആർ ഉണ്ട്. സോ വി ഐ ഉണ്ട്, വി സി ഉണ്ട്, വി ആർ ഉണ്ട്. ഓക്കെ, വി ഐ, വി സി ആൻഡ് വി ആർ. ഫസ്റ്റ് ഞാൻ നോക്കാൻ പോകുന്നത് അറ്റ് ടി ഈസ് ഈക്വൽ ടു, ടി എന്ന് പറയുന്നത് 0, ദാറ്റ് ഈസ് ഇനിഷ്യൽ കണ്ടീഷൻ. ടി എന്ന് പറയുന്നത് 0 ആകുമ്പോൾ, അതായത് ഇനിഷ്യൽ കണ്ടീഷനാണ് അസ്യൂം ചെയ്യുന്നത്. അപ്പോൾ ഇനിഷ്യൽ കണ്ടീഷനിൽ വി ഐ നമ്മൾ പ്രൊവൈഡ് ചെയ്ത് കൊടുത്ത വി ഐ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഒരു കോൺസ്റ്റന്റ് ആംപ്ലിറ്റ്യൂഡ്, ദാറ്റ് ഈസ് വി ഐ എന്ന് പറയുന്നത് ഇപ്പം ഞാൻ എടുക്കുന്നത് എന്താണ്, വി ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് വി ഐ ഈസ് ഈക്വൽ ടു വി, ദാറ്റ് ഈസ് നമ്മുടെ ഇൻപുട്ട് വോൾട്ടേജ് കൊടുക്കുന്നത് വി ആണ്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കപ്പാസിറ്റർ അറ്റ് ടി ഈസ് ഈക്വൽ ടു 0, ദാറ്റ് ഈസ് അറ്റ് ഇനിഷ്യൽ സ്റ്റേറ്റിൽ കപ്പാസിറ്റർ എന്തായിരിക്കും, ഡിസ്ചാർജ് ചെയ്തിട്ടിരിക്കും. ദാറ്റ് ഈസ് കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ട് വോൾട്ടേജ് ഒന്നും ഇല്ല. ദാറ്റ് ഈസ് എന്തായിരിക്കും, വി സി എന്ന് പറയുന്നത് എന്തായിരിക്കും, 0. അപ്പം ഇനിഷ്യലി കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ട് വോൾട്ടേജ് ഒന്നും ഇല്ല. സോ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന വി എന്ന് പറയുന്നത് ഫുൾ എങ്ങനെയായിരിക്കും വരുന്നത്, റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടായിരിക്കും അപ്പിയർ ചെയ്യുന്നത്. സോ വി ആറിന് അക്രോസ് ആയിട്ട് തന്നെ ഫുൾ ഇൻപുട്ട് വോൾട്ടേജും വരും. സോ വി ആർ എന്ന് പറയുന്നത് എന്തായിരിക്കും, വി. ഓക്കെ, ഇത് നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്താണ്, അറ്റ് ടി ഈസ് ഈക്വൽ ടു 0, ദാറ്റ് ഈസ് ഇനിഷ്യൽ സ്റ്റേറ്റിൽ നമ്മൾ വി അപ്ലൈ ചെയ്ത് കൊടുത്ത ഇൻപുട്ട് വോൾട്ടേജ് വി, ദെൻ വി സി, ദെൻ വി ആർ. ഓക്കെ, വി സി എന്ന് പറയുമ്പോൾ 0, ദാറ്റ് ഈസ് എന്തായിരിക്കും, ഇനിഷ്യലി കപ്പാസിറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും, ഫുള്ളി ഡിസ്ചാർജ്ഡ് ആയിട്ട് 0 വോൾട്ടേജിലായിരിക്കും ഇരിക്കുന്നത്. വി എസ് ഒ എന്തായിരിക്കും, എന്ത് ഇൻപുട്ട് കൊടുത്താലും അത് എന്തിനെ ക്രോസ് ആയിട്ടായിരിക്കും അപ്പിയർ ആവുന്നത്, ആറിന് ക്രോസ് ആയിട്ടായിരിക്കും. സോ എന്തായിരിക്കും, വി ഐ എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് വി ആറിന് വോൾട്ടേജ് അക്രോസ് ആർ വി ഐ ആണ്, ദാറ്റ് ഈസ് വി ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത കണ്ടീഷൻ നോക്കുന്നതെന്ന് പറയുന്നത് അറ്റ് ടി ഈസ് ഈക്വൽ ടു എന്തായിരിക്കും പറയുന്നത്, ദെൻ ഞാൻ ടി ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ദാറ്റ് ഈസ് ടി ഗ്രേറ്റർ ദാൻ 0. ടി എന്ന് പറയുന്നത് എന്തായിരിക്കും, 0-നേക്കാൾ കൂടുതലാവുന്നു. 0-നേക്കാൾ കൂടുതലാവുമ്പോൾ വി ഹാവ് വി ഐ ഉണ്ട്, അതുപോലെ തന്നെ എന്താണ്, വി സി ഉണ്ട്, വി ആർ ഉണ്ട്. അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് സ്റ്റെപ്പ് ഇൻപുട്ടാണ്. സോ ഓൾവേസ് ഇറ്റ് വിൽ ബി വി ആയിരിക്കും. സോ വി, ദെൻ വി സി. ഇപ്പം എന്തായി, ടി 0 ആയിരുന്നപ്പോൾ എന്തായിരുന്നു, വോൾട്ടേജ് അക്രോസ് കപ്പാസിറ്റർ എന്ന് പറയുന്നത് 0 ആണ്. സോ എന്ത് നമ്മൾ ഇൻപുട്ടിൽ കൊടുത്താലും അത് എന്തായിരിക്കും, റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് നമുക്ക് കിട്ടുമായിരുന്നു. സോ വി ആർ എന്ന് പറയുന്നത് എന്തായിരിക്കും, വി ഐ, ദാറ്റ് ഈസ് വി ആയിരുന്നു. ഇനി നെക്സ്റ്റ് ഞാൻ ടി ഗ്രേറ്റർ ദാൻ 0, ടി എന്ന് പറയുന്നത് 0-നേക്കാൾ കൂടുതലായിട്ടുള്ള കണ്ടീഷൻസ് ആണ് എടുക്കുന്നത്. സോ ഇൻപുട്ട് വി തന്നെയാണ്. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കപ്പാസിറ്റർ എന്തായിരിക്കും സംഭവിക്കുന്നത്, ദാറ്റ് ഈസ് ടി 0-നേക്കാൾ കൂടി വരുമ്പോൾ കപ്പാസിറ്റർ എന്ത് ചെയ്യാൻ തുടങ്ങും, ചാർജ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ ടി ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ കപ്പാസിറ്റർ എന്ത് ചെയ്യാൻ തുടങ്ങും, ചാർജ് ചെയ്യാൻ തുടങ്ങും. സോ ടി ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ കപ്പാസിറ്റർ എക്സ്പോണൻഷ്യലി എന്ത് ചെയ്യും, ചാർജ് ചെയ്യാൻ തുടങ്ങും. ദാറ്റ് ഈസ് എന്തായിരിക്കും, നമ്മുടെ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ട് വോൾട്ടേജ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അതിനനുസരിച്ചിട്ട് നമ്മുടെ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് എന്ത് ചെയ്തുകൊണ്ടിരിക്കും, എക്സ്പോണൻഷ്യലി ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കും. ഓക്കെ, സോ അറ്റ് ടി ഗ്രേറ്റർ ദാൻ 0 വി ഐ സ്റ്റെപ്പ് ഇൻപുട്ടാണ് കൊടുക്കുന്നത്. സോ ഇറ്റ് വിൽ ബി വി തന്നെയായിരിക്കും. ദെൻ വി സി കപ്പാസിറ്റർ എന്ത് ചെയ്യാൻ തുടങ്ങും, ചാർജ് ചെയ്യാൻ തുടങ്ങും, എക്സ്പോണൻഷ്യലി ചാർജ്. സോ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ്, കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ തുടങ്ങുന്നു. സോ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എക്സ്പോണൻഷ്യലി എന്ത് ചെയ്യും, ഇൻക്രീസ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. ദെൻ എക്സ്പോണൻഷ്യലി ഇതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് കൂടുമെന്ന് പറഞ്ഞാൽ ആറിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്തായിരിക്കും, കുറയുകയാണ് ചെയ്യുന്നത്. ദാറ്റ് ഈസ് നമുക്കറിയാം ഇവിടെ എന്താണ്, വി ഐ എന്ന് പറയുന്നത്, ദാറ്റ് ഈസ് ഇവിടെ ഞാനിപ്പോൾ കെ വി എൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ വി സി പ്ലസ് വി ആർ ആണ് അല്ലേ. അപ്പോൾ വി സി ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് വരുവാണെങ്കിൽ വി ആർ എന്ത് ചെയ്യുമായിരിക്കും, ഡിക്രീസ് ചെയ്ത് വരും. സോ ഹിയർ ടി ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ കപ്പാസിറ്റർ എന്ന് പറയുന്ന ചാർജ് ചെയ്യാൻ തുടങ്ങും. ദാറ്റ് ഈസ് വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ എന്ത് ചെയ്യുന്നു, എക്സ്പോണൻഷ്യലി ഇൻക്രീസ് ചെയ്യുന്നു. സോ ദാറ്റ് റെസിസ്റ്റൻസിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ത് ചെയ്യും, എക്സ്പോണൻഷ്യലി ഡിക്രീസ് ചെയ്യും. സോ ഹിയർ ഇറ്റ് വിൽ ഇൻക്രീസസ് എക്സ്പോണൻഷ്യലി ആൻഡ് ഹിയർ ഇറ്റ് വിൽ ഡിക്രീസസ് എക്സ്പോണൻഷ്യലി. ഓക്കെ, എക്സ്പോണൻഷ്യലി എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യുകയായിരിക്കും ചെയ്യുന്നത്. ഓക്കെ, അത് എക്സ്പോണൻഷ്യലി എന്ത് ചെയ്യുന്നു, ഡിക്രീസ് ചെയ്യുന്നു. ഹിയർ ഇതെന്താണ്, ടി ഗ്രേറ്റർ ദാൻ 0 ആവുന്ന കേസ്. ഇനി അടുത്തത് അറ്റ് ടി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി, അതായത് ടി ഫുള്ളി ചാർജ്ഡ്, ടി എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലെത്തി. അപ്പോൾ ടി ഇൻഫിനിറ്റിയിലെത്തുമ്പോൾ വി ഐ ഷുഡ് ബി സെയിം, നമ്മൾ സ്റ്റെപ്പ് ഇൻപുട്ട് അപ്പോൾ വി തന്നെയായിരിക്കും. ദെൻ വി സി ഉണ്ട്, വി ആറും ഉണ്ട്. അപ്പോൾ ടി ഇൻഫിനിറ്റിയിലെത്തുന്നു എന്ന് പറയുമ്പോൾ ദാറ്റ് ഈസ് ഇറ്റ് ഹൈ പൊസിഷനിലെത്തി ടി. അപ്പോൾ എന്തായിരിക്കും, കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഫുള്ളി ചാർജ്ഡ് ആയി. ദാറ്റ് ഈസ് കപ്പാസിറ്റർ എന്ന് പറയുന്നത് എന്തായി,
ഫുള്ളി ചാർജ്ഡ് ആയി, അതായത് വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? ഫുള്ളി ചാർജ്ഡ് ആയി എന്ന് പറഞ്ഞാൽ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്താണോ നമ്മൾ ഇൻപുട്ട് കൊടുക്കുന്നത് അത് ഫുള്ള് കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടായിരിക്കും കിട്ടുക. സോ വാട്ട് വിൽ ബി അവർ ഇൻപുട്ട് വോൾട്ടേജ് വി? അതെന്തായിരിക്കും? വി സിക്ക് അക്രോസ് ആയിട്ടായിരിക്കും കിട്ടുക. അപ്പോൾ ഇൻപുട്ട് വോൾട്ടേജ് ഫുള്ള് നമുക്ക് കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ട് കിട്ടി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വിആറിന് അക്രോസ് ആയിട്ട് എന്തായിരിക്കും? ദർ ഇസ് നോ വോൾട്ടേജ്. അപ്പോൾ എന്തായിരിക്കും വരുന്നത്? 0 ആയിരിക്കും വരുന്നത്. സോ അറ്റ് ടി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റിയിൽ ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നത് എന്ത് തന്നെയാണ്? വി തന്നെയാണ്. വി സി ദാറ്റ് ഈസ് കപ്പാസിറ്റർ വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ എന്ന് പറയുന്നത് എന്ത് ചെയ്യും? ഇൻക്രീസ് ചെയ്യും. കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് വി സി എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്ത് ടി ഈസിക്കൽ ടു ഇൻഫിനിറ്റി ആകുമ്പോൾ ഫുള്ളി ചാർജ്ഡ് ആയി. ദാറ്റ് മീൻസ് എന്താണ്? വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ എന്ന് പറയുന്നത് വിൽ ബി എന്തായി? ദ ഹൈ വാല്യൂ എന്താണോ ഇൻപുട്ട് കൊടുത്തത് അത് തന്നെയായി. സോ ഇറ്റ് വിൽ ബി എന്തായി? വി ആയി. അപ്പോൾ ഇപ്പം നോക്കിക്കേ, കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ട് ആണ് നമുക്ക് ഫുൾ ഇൻപുട്ട് വോൾട്ടേജും കിട്ടുന്നത്. അപ്പോൾ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടോ ഒന്നുമില്ല. സോ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 0 വോൾട്ട് ആയിരിക്കും കിട്ടുക. അപ്പോൾ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് 0 വോൾട്ട് ആയിരിക്കും എന്ത് ചെയ്യാൻ നമുക്ക് കിട്ടുക. അപ്പം നമ്മൾ 3 കണ്ടീഷൻസ് അപ്ലൈ ചെയ്ത് കൊടുത്തതാണ്. അറ്റ് ടി ഈസ് ഈക്വൽ ടു 0, ടി ഗ്രേറ്റർ ദാൻ 0 ആൻഡ് ടി ഈസ് ഈക്വൽ ടു ഇൻഫിനിറ്റി. ടി 0 ആയത് കേസിൽ നമ്മൾ നോക്കി ഇൻപുട്ട് ഓൾവേസ് എന്താണ്? വി ആണ്. കാരണം നമ്മൾ കൊടുക്കുന്ന സ്റ്റെപ്പ് ഇൻപുട്ടാണ്. ഓക്കെ, ഓൾവേസ് എന്തായിരിക്കും? വി ആണ്. ഇനിഷ്യലി ടി ഈസ് ഈക്വൽ ടു 0 സ്റ്റേറ്റിൽ ഇനിഷ്യലി കപ്പാസിറ്റർ എന്ന് പറയുന്നത് ഡിസ്ചാർജ് ആയിട്ടിരിക്കുകയാണ്. ദർ ഇസ് നോ വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ. സോ വി സി 0 ആയിരിക്കും. സോ എന്ത് ഇൻപുട്ട് അപ്ലൈ ചെയ്താലും അത് അക്രോസ് എന്തിന് അക്രോസ് ആയിട്ടായിരിക്കും? റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. സോ വി ആർ എന്ന് പറയുന്നത് എന്തായിരിക്കും? വി ആണ്. ദെൻ അറ്റ് ടി ഗ്രേറ്റർ ദാൻ 0, ടി എന്ന് പറയുന്നത് 0-നേക്കാൾ കൂടുതലാകുമ്പോൾ ഓക്കെ, അപ്പോൾ എന്തായിരിക്കും? ഇൻപുട്ട് വോൾട്ടേജ് എന്ന് പറയുന്നത് വി തന്നെയായിരിക്കും. ദെൻ വി സി കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും? അത് ഗ്രാജുവലി എന്ത് ചെയ്യായിരിക്കും? ചാർജ് ചെയ്യാൻ തുടങ്ങുന്നത്. സോ അത് എന്ത് ചെയ്യാൻ തുടങ്ങുന്നു? കപ്പാസിറ്റർ ചാർജ് ചെയ്യാൻ തുടങ്ങുകയാണ്. സോ എന്തായിരിക്കും? അതിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എക്സ്പോണൻഷ്യലി എന്ത് ചെയ്യുമായിരിക്കും? ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എക്സ്പോണൻഷ്യലി ഇൻക്രീസ് ചെയ്യുമ്പോൾ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ത് ചെയ്യും? എക്സ്പോണൻഷ്യലി ഡിക്രീസ് ചെയ്യും. ദെൻ അങ്ങനെ ഡിക്രീസ് ചെയ്യുന്നു ടി ഗ്രേറ്റർ ദാൻ 0 ആകുമ്പോൾ. ഇനി ടി കൂടി എത്രയിലെത്തി? ഇൻഫിനിറ്റിയിലെത്തി. ദാറ്റ് ഈസ് അതിൻ്റെ ഹൈ വാല്യൂലെത്തി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇൻപുട്ട് സെയിം എന്ത് തന്നെയായിരിക്കും? വി തന്നെയായിരിക്കും. ബട്ട് എന്തായിരിക്കും? കപ്പാസിറ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് അത് ചാർജ് ചെയ്ത് ഫുള്ളി ചാർജ്ഡ് ആയി. സോ എന്തായിരിക്കും? വോൾട്ടേജ് അക്രോസ് ദ കപ്പാസിറ്റർ എന്ന് പറയുന്നത് വി ആണ്. ആൻഡ് വി ആർ എന്ന് പറയുന്നത് എന്തായിരിക്കും? സോ റെസിസ്റ്ററിന് അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എന്ന് പറയുന്നത് എന്തായിരിക്കും വരിക? 0 ആയിരിക്കും വരിക. സോ ഇത്രയുമാണ് നമ്മൾ നോക്കിയത്. ദാറ്റ് ഈസ് 3 കണ്ടീഷൻ അപ്ലൈ ചെയ്ത് കൊടുത്തപ്പോൾ നമുക്ക് എങ്ങനെയാണ് കിട്ടിയെന്ന് നോക്കി. ഓക്കെ ദെൻ ഹിയർ നമുക്ക് നോക്കിക്കേ, നമ്മൾ സ്റ്റെപ്പ് ഇൻപുട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ആംപ്ലിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്താണ്? വി ആണ്. അറ്റ് ദ ഇൻപുട്ട് ദ ഔട്ട്പുട്ട് ഡീക്കേസ്. അപ്പോൾ ഫിഗറിൽ നോക്കുമ്പോൾ ഔട്ട്പുട്ട് ഡീക്കേ ചെയ്ത് പോകുന്നുണ്ട്. അറ്റ് ടൈം ഇൻക്രീസസ് ദ കപ്പാസിറ്റർ ബിഗിൻ ടു ചാർജ് ആൻഡ് ഔട്ട്പുട്ട് വോൾട്ടേജ് ഡീക്കേസ് എക്സ്പോണൻഷ്യലി അക്കോർഡിംഗ് ടു ദ ഇക്വേഷൻ. സോ വി ഹാവ് ടു ഫൈൻഡ് ദിസ് ഇക്വേഷൻ. ദാറ്റ് ഈസ് നമ്മളിപ്പം ഈ കേസ് പറഞ്ഞു, ദാറ്റ് ഈസ് ഈ കേസസ് പറഞ്ഞു. ഈ കേസസ് അതായത് ഫസ്റ്റ് കേസിൽ എന്തായിരിക്കും? 0 ആണ്. ദെൻ ഫസ്റ്റ് കേസിൽ എന്ന് പറയുന്നത് ഫുൾ വോൾട്ടേജ് ദാറ്റ് ഈസ് ഔട്ട്പുട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? വാട്ട് വിൽ ബി അവർ ഇൻപുട്ട്? അതാണ് ഔട്ട്പുട്ട് എന്ന് പറഞ്ഞു. പിന്നെ എക്സ്പോണൻഷ്യലി എന്ത് ചെയ്യുന്നു? ഡിക്രീസ് ചെയ്യുന്നു. ദെൻ ഫൈനലി എന്തിലെത്തുന്നു? അറ്റ് ടൈം ഇൻഫിനിറ്റിയിൽ എത്തുമ്പോൾ അതെന്ത് ചെയ്യുന്നു? 0-ലേക്ക് എത്തുന്നു. അങ്ങനെ ആയിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്? കേസസ്. സോ ആ ഒരു കേസസ് വെച്ചിട്ട് വി ഹാവ് ടു ഫൈൻഡ് ദ ഇക്വേഷൻ ഫോർ ദ ഔട്ട്പുട്ട് വോൾട്ടേജ്. അപ്പോൾ ഔട്ട്പുട്ട് വോൾട്ടേജിൻ്റെ ഇക്വേഷൻ എങ്ങനെ കിട്ടുമെന്ന് നമുക്ക് എന്ത് ചെയ്യണം? ഫൈൻഡ് ചെയ്യണം. സോ വി ഔട്ട് ഈസ് ഈക്വൽ ടു വി ഹാവ് ടു ഫൈൻഡ് ദ ഇക്വേഷൻ ഫോർ ഔട്ട്പുട്ട് വോൾട്ടേജ്. അതായത് ഈ ഒരു കേസസ് വെച്ചിട്ട് എങ്ങനെ നമ്മുടെ ഔട്ട്പുട്ടിൻ്റെ ഇക്വേഷൻ കിട്ടും അതായിരിക്കും നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്? നോക്കാൻ പോകുന്നത്. സോ ഈ സെയിം സർക്യൂട്ട് തന്നെയാണ്. ഓക്കെ, അതായത് നമ്മുടെ സെയിം സർക്യൂട്ട് തന്നെയാണ്. ഹാവിങ് നമുക്ക് എന്തുണ്ട്? ഒരു കപ്പാസിറ്റർ ഉണ്ട്. ദെൻ എന്തായിരിക്കും? ഒരു റെസിസ്റ്റർ ഉണ്ട്. ഓക്കെ, ഇൻപുട്ട് നമ്മൾ കൊടുക്കുന്നത് വി ഐയും ഇത് വി ഔട്ടും ആണ്. ആൻഡ് ദിസ് വിൽ ബി അവർ കറണ്ട്. സോ ഇതിൻ്റെ അകത്തായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇനി നമ്മൾ വി ഔട്ടിൻ്റെ ഇക്വേഷൻ ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പോകുന്നത്.